الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകം ഏറെ ആശങ്കയിലും അസ്വസ്ഥതയിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അനുഗ്രഹീതമായ ഒരു മാസത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ലോകത്തുള്ള സകലമാന മുസ്ലിം സഹോദരങ്ങൾ. ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് അള്ളാഹുവിന്റെ മുൻപിൽ ഹൃദയവിശുദ്ധിയോടുകൂടി പരലോക രക്ഷ ആഗ്രഹിച്ച് ഭക്ഷണത്തിലും ആരാധനകളിലും ഗൗരവത്തോടെ ഇടപെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഈ പരിശുദ്ധ മാസം നമ്മളെ കൊണ്ടുപോകാറുള്ളത്. അള്ളാഹുവിന്റെ അരികിൽ നിന്ന് എണ്ണിയാലൊടുങ്ങാത്ത നിരവധി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു വിശ്വാസിക്ക് സംശയ ഭേദമന്യേ പ്രഖ്യാപിക്കാൻ സാധിക്കും, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിലെ വിലമതിക്കാനാവാത്തൊരനുഗ്രഹമാണ്, ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ സാധിക്കാത്തത്ര പ്രതിഫലം കൊണ്ട് അള്ളാഹു ധന്യമാക്കുന്ന പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ. ഒരു വിശ്വാസി ആ ദിനരാത്രങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവന് സ്വർഗമല്ലാതെ, റയ്യാൻ എന്ന സ്വർഗീയ കവാടമല്ലാതെ മറ്റൊരു പ്രതിഫലവുമല്ല ബാക്കിയാവുക എന്ന സന്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ആ പരിശുദ്ധമാക്കപ്പെട്ട മാസം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രസക്തമായ ഒരു ചോദ്യവും. കേവലം 5 വർഷം കൊണ്ട് 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1, 2, 3, 4, 5 വിരളിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രം ജീവിച്ച സഹാബാക്കൾ നേടിയെടുത്ത സ്വർഗത്തിന്റെ ചരിത്രവും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെക്കാൾ കൂടുതൽ സൗകര്യത്തിലും സമ്പത്തിലും അനുഗ്രഹങ്ങളിലും ജീവിച്ച നമുക്ക് ഓരോരുത്തർക്കും 5, 10, 20, 30 കൊല്ലം നോമ്പനുഷ്ഠിച്ചിട്ടും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുന്ന നിലക്ക് മാറാൻ, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളുടെ പരിശുദ്ധ റമദാൻ എന്ന മാസത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ കൈവച്ച് അള്ളാഹുവിന്റെ മുൻപിൽ സ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു പുനർവായനയും പുനർചിന്തയും നമ്മളുടെ പരിശുദ്ധ റമദാനിനെ തൊട്ടും നോമ്പിനെ തൊട്ടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധ റമദാൻ യാന്ത്രികമായൊരു മാറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. റമദാൻ എന്ന മാസത്തിലേക്ക് ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില അഭിനയങ്ങളും ചില മാറ്റങ്ങളും ഉണ്ടാക്കി വെക്കുന്നു. റമദാൻ വിട പറയുന്നതോടുകൂടി ആ കേവല ആരാധനകളിലെ നിഷ്ഠകളെല്ലാം ഇല്ലാതാക്കി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മാത്രം അഭിനയിച്ച ഒരു അഭിനേതാവായി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കാതെ ജീവിക്കുന്ന ഒരു മുസ്ലിമായി
എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ തഖ്വയും വലിച്ചെറിഞ്ഞ് ശവ്വാലിന്റെ 1 നേടിയെടുത്ത ആത്മവിശുദ്ധിയും വിശ്വാസവിശുദ്ധിയും നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇന്ന് ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളിലും നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും പരിശുദ്ധ റമദാനിന്റെ മാറ്റം കേവലം താൽക്കാലികമായ ഒരു മാറ്റമാവാൻ പാടില്ല. ശാശ്വതമായൊരു മാറ്റമാണ് മുസ്ലിം സമൂഹത്തിനും വിശ്വാസി ഹൃദയങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ആ മാറ്റം കൈവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളുടെ പരിശുദ്ധ റമദാനെ പറ്റിയും നമ്മൾ നോറ്റ നോമ്പിനെ പറ്റിയും ഒരാത്മവിചിന്തനം നടത്താനെങ്കിലും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് പലരും പരാതി പറയുന്നത് പരിശുദ്ധ റമദാൻ മാസമാ വരാൻ പോകുന്നത്, പള്ളിയെല്ലാം അടച്ചിട്ടു, തറാവീഹ് നമസ്കരിക്കാൻ പോലും പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ഒരു ജമാഅത്തിന് പോലും പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഒരു കണ്ണുനീരൊലിപ്പിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഈ ജീവിതത്തിന്റെ ഇക്കാലഘട്ടം വരെ ഒരാഴ്ചയോ 2 ആഴ്ചയോ തികച്ച് പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാത്തവരാ. എന്തായാലും ഉണ്ടാവില്ല എന്നുറപ്പായ സാഹചര്യത്തിൽ ഒരു തമാശക്ക് പറയുന്നത് പോലെ ഒരു മുതലക്കണ്ണീരൊഴിപ്പിക്കുന്നവർ, ഇവരൊക്കെ എത്ര മാസം ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്? ഇവരൊക്കെ എത്ര തറാവീഹിന് കൃത്യമായും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കയറിയിട്ടുണ്ട്? എത്ര സന്തോഷത്തോടുകൂടി നിർവൃതിയോടുകൂടി എത്ര റക്അത്തുകൾ തറാവീഹ് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ആർക്കോ വേണ്ടി ഒരു നിഷ്ഠ പാലിക്കുന്നു എന്ന മനോഭാവത്തോടെ കേവലം യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്തുകൂട്ടി എന്നല്ലാതെ ഒരുപക്ഷെ ചിലപ്പോൾ ഇശാ ജമാഅത്തിന് പങ്കെടുത്ത് തറാവീഹിന് പോലും പങ്കെടുക്കാതെ പുറത്തേക്കിറങ്ങി തെരുവോരങ്ങളിലെ കട്ടൻ ചായയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും നടപ്പിലാക്കിയവരാ ഇന്ന് പറയുന്നത് വലിയ സങ്കടമായിട്ട് തറാവീഹില്ല, ജമാഅത്തില്ല, നോമ്പ് കാലം അടുത്തെത്താറായി, ഇതെന്തൊരു കാലമാ റബ്ബേ എന്നൊക്കെ കണ്ണുനീരൊഴിപ്പിക്കുമ്പോ ചിന്തിക്കണം, ആ കണ്ണുനീരൊഴിപ്പിക്കാൻ മാത്രം, ആ കണ്ണുനീരുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രം ഇക്കണ്ട വർഷങ്ങൾക്കിടയിലൊക്കെ ആത്മാർത്ഥമായി ആ മാസവും ആ ജമാഅത്തും തറാവീഹുമൊക്കെ ഉൾക്കൊണ്ടവരായിരുന്നോ നമ്മൾ? ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതുപോലെ യാന്ത്രികമായ കേവലം കാലികമായൊരു മാറ്റം മാത്രമേ പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധ റമദാൻ കൊണ്ട് ചിലർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് ഈ മാസത്തെ സ്വീകരിക്കാനിരിക്കുന്ന നമുക്കുണ്ടാവേണ്ട വലിയൊരു സന്ദേശമുണ്ട്. ഒരു പക്ഷേ എന്റെ അവസാനത്തെ റമദാനാവാം. കാരണം ഏതൊക്കെ സ്വപ്നങ്ങളിലും എന്തൊക്കെ ആഗ്രഹങ്ങളിലുമാണ് നമ്മൾ പലരും ജീവിക്കുന്നതെങ്കിലും അതെല്ലാം ആശങ്കയിലൂടെ മുൾമുനയിൽ നിർത്താനും നടപ്പിലാക്കാതിരിക്കാനും പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് അള്ളാഹുവിന് നിമിഷ നേരം മതി എന്ന സന്ദേശം ഈ ലോകത്തെ മനുഷ്യരെ ഭയപ്പാടിന്റെ മുൾമുനയിൽ നിർത്താൻ അള്ളാഹുവിനൊരു റോക്കറ്റോ ഏതെങ്കിലും മിസൈലുകളോ വേണമെന്നില്ല. മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു വൈറസ് കൊണ്ട് നിരവധി രാജ്യങ്ങളെ, ഈ ലോകത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താനും കോടീശ്വരന്മാര് പോലും ആ പണം ഉപയോഗിക്കാൻ പറ്റാതെ സാമ്പത്തികമായി പ്രതിരോധ ശക്തികൾ നിയമിക്കപ്പെടാനോ സ്വീകരിക്കാനോ സാധ്യമല്ലാത്ത നിലക്ക് ഒരു രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസി സമൂഹമേ, ഈ പ്രപഞ്ചനാഥന് സൃഷ്ടാവായ അള്ളാഹുവിന് ഈ ലോകത്തെ നിയന്ത്രിക്കാനും ആ ലോകത്തുള്ള മനുഷ്യരെ അവന്റെ തീരുമാനത്തിന്റെ മുൻപിൽ നിർത്താനും സെക്കൻഡുകൾ മതി, നിസ്സാരമായ ചില കണങ്ങൾ മതി, വൈറസുകൾ മതി എന്ന സന്ദേശമാണ് ഇന്ന് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ ജീവിതത്തിന് ഒരറ്റമുണ്ട് എന്ന ബോധം ഓരോ നിമിഷവും നമ്മൾ ഉറപ്പിക്കേണ്ട കാലഘട്ടമാണ്. ഏത് നിമിഷവും എന്റെ ഈ ജീവിതത്തിന് ഒരവസാനമുണ്ടാകും. അതിനുശേഷം എന്റെ ജീവിതത്തെ ഓരോ സെക്കൻഡുകളെ പറ്റിയും എനിക്കൊരാളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്റെ സൃഷ്ടാവായ, എനിക്ക് സമയം നിശ്ചയിച്ചു തന്ന, എന്റെ ഓരോ സെക്കൻഡുകളും നിയന്ത്രിക്കുന്ന എന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുൻപിൽ
എനിക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. എന്റെ സമയം എന്ന ചിന്തയാണ് ഈ പരിശുദ്ധ റമദാൻ സ്വീകരിക്കാനിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്ത. നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡുകളും എനിക്ക് നേടാനുള്ളതാവണം. ദുനിയാവിലെ സമ്പത്തോ അധികാരമോ അലങ്കാരങ്ങളോ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ലോകത്ത്, എന്റെ മിനിറ്റുകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത്, എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന, ജീവിതത്തിന് സ്വർഗമെന്ന പ്രതിഫലം ലഭിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിരിക്കണം എന്റെ ഈ പരിശുദ്ധ റമദാൻ എന്ന തിരിച്ചറിവാണ് ഈ റമദാനിനെ കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹത്തിനുണ്ടാവേണ്ട ഏറ്റവും വലിയ ചിന്ത. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും ലോകത്തൊരു പക്ഷേ പ്രഭാഷണങ്ങളെ കൊണ്ടും മതവിജ്ഞാന സദസ്സുകളെ കൊണ്ടും മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് മനുഷ്യൻ തന്നെ തീരുമാനിക്കണം. എനിക്കൊന്ന് മാറണം, എന്റെ ജീവിതത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണം. ഓരോന്നിന്റെയും വിലയും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിനല്ല വില, സൗകര്യങ്ങൾക്കും സമ്പാദ്യങ്ങൾക്കുമല്ല വില. അതിനൊന്നും മനുഷ്യന്റെ സമാധാനത്തെ മനുഷ്യന് തിരിച്ചെത്തിക്കാൻ സാധ്യമല്ല എന്ന് ഒരു രോഗം കൊണ്ട് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി തരുമ്പോ കുടുംബത്തോടൊപ്പമുള്ള സമയവും കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾക്കുമാണ് ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത അനുഭൂതി എന്ന് ഈ സമൂഹത്തിലെ ഓരോരുത്തരും തിരിച്ചറിയുമ്പോ, ഓരോ മണിവറ്റിലും ഓരോ ധാന്യത്തിന്റെ മണികളിലും മനുഷ്യന്റെ വിശപ്പകറ്റുന്നതോടൊപ്പം മറ്റൊരുത്തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനും അവന്റെ പട്ടിണിയുടെ വിലയറിയാനുമുള്ള മനസ്സുണ്ടാകണമെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു.